നമസ്കാരം. നെപ്പോളിയൻ ഹിൽ എഴുതിയ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ലോകപ്രസിദ്ധമായ പുസ്തകത്തിലെ 3-ാം അധ്യായം ഫെയ്ത്ത് അഥവാ വിശ്വാസം, അതാണ് ഇന്ന് നാം വിശദീകരിക്കുന്നത്. വിജയത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാന ഘടകങ്ങളിലൊന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് സമ്പത്തോ മാന്യമായ ജീവിതമോ നേടണമെങ്കിൽ അതിനു മുൻപ് അത് സാധ്യമാണെന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. അതിന് മനസ്സിൻ്റെ ശക്തിയും ശരിയായ ആകർഷണ സിദ്ധാന്തവും പ്രയോഗിക്കണം. വിശ്വാസം എന്നത് എന്താണ്? വിശ്വാസം എന്നത് ഒരു ശക്തിയായിരുന്നു, അതുപോലെ തന്നെ മനോഭാവവുമാണ്. നെപ്പോളിയൻ ഹിൽ വിശ്വാസത്തെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകമായി കണക്കാക്കുന്നു. വെദർ ദി മൈൻഡ് ക്യാൻ കോൺസീവ് ആൻഡ് ബിലീവ് ഇറ്റ് ക്യാൻ അച്ചീവ്. മനസ്സ് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥമാക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സിൽ ഒരു ദൃഢമായ ലക്ഷ്യമുണ്ടെങ്കിൽ, അതിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങളതിനായി പ്രവർത്തിക്കുമ്പോൾ വിജയത്തിന് അനിവാര്യമായ അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. 2. വിശ്വാസത്തിൻ്റെ പ്രാധാന്യം. നെപ്പോളിയൻ പറഞ്ഞതനുസരിച്ച് വിശ്വാസത്തിന് ഒരു മാനസിക അവസ്ഥയാണ്. നിങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിജയത്തിനായി വഴിതെളിക്കും. നിങ്ങൾക്ക് തോൽക്കുമെന്നുണ്ടെങ്കിൽ മനസ്സ് അതിനുള്ള സാഹചര്യം തന്നെയാവും സൃഷ്ടിക്കുക. അതിനാൽ നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നു എന്നത് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കും. വിശ്വാസം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നേരിട്ട് സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ശരിയായ ദിശയിൽ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. 3. ഓട്ടോ സജഷൻ, സ്വയം പ്രചോദന വാക്യങ്ങൾ. അതെങ്ങനെ നിർമ്മിക്കാം? വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സബ് കോൺഷ്യസ് മനസ്സിനെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ഓട്ടോ സജഷൻ അതിനുള്ള പ്രധാന മാർഗമാണ്. ഓട്ടോ സജഷൻ എന്നത് എന്താണ്? ഇത് സ്വന്തം മനസ്സിനെ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക ഒരു സാങ്കേതിക വിദ്യയാണ്. നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു കുറവും തോന്നാതെ മനസ്സിനെ സ്വാധീനിക്കാൻ ഇത് സഹായിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ധനം ആകർഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത്, ഞാൻ ധനികനാകുന്നു, എനിക്ക് ധനം ആകർഷിക്കാനുള്ള കഴിവുണ്ട്, എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി ഒഴുകി വരികയാണ് എന്നിങ്ങനെയാണ്. നിങ്ങളത് ദിവസവും ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് അത് സാധ്യമായ എന്ന് തോന്നിത്തുടങ്ങും. ഈ ചിന്തയോ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുമ്പോൾ അത് യാഥാർത്ഥ്യമായി തീരും. 4. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ. നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്താൻ താഴെയുള്ള കാര്യങ്ങൾ പ്രയോഗിക്കാം. 1. പോസിറ്റീവ് ചിന്തകൾ മാത്രം ദൈനംദിനമായി ആവർത്തിക്കുക. 2. ആശയനിർമ്മിതവുമായ ആളുകളുടെ ജീവിത കഥകൾ പഠിക്കുക. 3. നിങ്ങളുടെ കഴിവുകളെയും ശക്തികളെയും തിരിച്ചറിയുക. 4. വിജയിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം വളർത്തുക. 5. ദിവസവും 10 മിനിറ്റ് സമയം സ്വയം പ്രചോദനം നൽകാൻ മാറ്റിവെക്കുക. 5. വിശ്വാസം വിജയിച്ചവരുടെ കഥകളിലൂടെ പഠിക്കുക. നമ്മളുടെ ചുറ്റുപാടുകളിൽ പല മനോഹരമായ വ്യക്തികളുണ്ട്. അവർ ശക്തമായ വിശ്വാസത്താൽ ലോകത്തെ മാറ്റിമറിച്ചവരുമാണ്. 1. ഹെൻറി ഫോർഡ്. വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു സാധാരണക്കാരനായ ഫോർഡ് ഒരു ആഗ്രഹം മനസ്സിൽ ധരിച്ച് അതിനായി പരിശ്രമിച്ചു. വിശ്വാസത്തോടെ മുന്നേറിയപ്പോൾ ആധുനിക ഓട്ടോമൊബൈൽ വ്യവസായത്തിൻ്റെ ഉപജ്ഞാതാവായി. തോമസ് എഡിസൺ 10,000 തവണ പരാജയപ്പെട്ടിട്ടും തൻ്റെ വിശ്വാസം കൊണ്ട് വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചു. ഞാൻ 10,000 തവണ പരാജയപ്പെട്ടിട്ടില്ല, 10,000 രീതികൾ പ്രവർത്തിക്കില്ലെന്ന് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി തെളിയിച്ച വ്യക്തിയാണ്. എബ്രഹാം ലിങ്കൺ 26 വർഷത്തോളം തോൽവി ഏറ്റുവാങ്ങിയ അദ്ദേഹം ഒടുവിൽ അമേരിക്കയിലെ ഏറ്റവും മികച്ച പ്രസിഡൻ്റായി മാറി. 6. നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം എങ്ങനെ പ്രയോഗിക്കാം? നിങ്ങളുടെ വിജയത്തിനായി നിങ്ങൾക്ക് വിശ്വാസം പ്രയോഗിക്കേണ്ടത് എങ്ങനെ? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി എഴുതുക.
ദിവസവും ലക്ഷ്യങ്ങൾ ആത്മവിശ്വാസത്തോടെ ആവർത്തിക്കുക. പക്ഷേ ഭാവങ്ങൾ ഒഴിവാക്കുക, തുച്ഛവൽക്കരിക്കലുകൾ കേൾക്കരുത്. വിജയിച്ചവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക. ഭയത്തെ അകറ്റുക. ഭയം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ത്യജിക്കരുത്. ചെറിയ മുന്നേറ്റം പോലും വിലപ്പെട്ടതാണ്. സമാപനം. വിശ്വാസം നിങ്ങളുടെ ഭാവി മാറ്റാനുള്ള ഒരു അത്ഭുത ശക്തിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിൽ വിശ്വസിക്കുക. വിശ്വാസവും പ്രവൃത്തിയും ചേർന്നാൽ നിങ്ങൾക്കാവാത്തത് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനാകുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അതിനായി മുന്നോട്ട് പോവുക. വിജയം നിങ്ങളുടെ കൈകളിൽ എത്തും. ഈ സന്ദേശം പ്രയോജനകരമാണ് എന്ന് കരുതുന്നു. കൂടുതൽ വിജയ രഹസ്യങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.